نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه. ما ترك خيرا إلا دل الأمة عليه، ولا شرا إلا حذرها منه، فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المؤمنون عباد الله، اتقوا الله حق التقوى. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله عند رسول صلى الله عليه وسلم പറഞ്ഞു, ലിസ്സായിമി ഫർഹത്താൻ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് സന്തോഷങ്ങളാണ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർഹത്തുൻ ഹീന യുഫ്തിർ. ഒന്നാമത്തെ സന്തോഷം അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്, നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷമാണ്. അതൊരിക്കലും നോമ്പിനോടുള്ള വിരക്തി കാരണമല്ല, അതൊരിക്കലും നോമ്പിനോടുള്ള വെറുപ്പ് കാരണമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, നോമ്പ് മുറിക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവന് സന്തോഷമുണ്ടാകുന്നത്. ഒന്നാമത്തേത്, അതുവരെ അവന് ഹറാമായിരുന്ന, അവൻ ചെയ്യാൻ പാടില്ലാതിരുന്ന പല കാര്യങ്ങളും അതോടുകൂടി അവന് ഹലാലാവുകയാണ്. മുമ്പ് അവന് ഹലാലുള്ളതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അതവന് ഹലാലാക്കുകയാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നോമ്പ് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗഫീഖ് ചെയ്ത് നൽകി എന്നതിനുള്ള സന്തോഷമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു തന്നു, എത്ര ആളുകളാണ് അവർക്ക് നോമ്പ് നോക്കാൻ സാധിച്ചിട്ടില്ല, ഇവനെ പോലെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അവരിലേക്ക് നോക്കുമ്പോൾ ഒരു മുഅ്മിൻ ഉണ്ടാകുന്ന സന്തോഷമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു ദിവസത്തെ ഇബാദത്ത് കൂടി ചെയ്യാൻ സാധിച്ചു എന്നതിലുള്ള സന്തോഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറത്തുഹു ഹസനതുഹു, ആരെയാണോ അവന്റെ നന്മകൾ സന്തോഷിപ്പിച്ചത്, അവന് സന്തോഷം നൽകിയത്, വസാഅതുഹു സയ്യിഅതുഹു, അവന്റെ തിന്മകൾ ആരെയാണോ വേദനിപ്പിച്ചത്, അവന് ദുഃഖമുണ്ടാക്കിയത്, ഫഹുവ മുഅ്മിൻ, അവനാണ് ഈമാൻ, അവന്റെ ഈമാനിലുള്ള അടയാളമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലയോ മുഅ്മിനീങ്ങൾ നിങ്ങൾ പറയുക, ഖുൽ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അവന്റെ ഔദാര്യം കൊണ്ടാണ്, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടുമാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്, ഫബിദാലിക ഫല്യഫ്റഹു, അതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഓരോ ദിവസത്തെ നോമ്പ് തുറക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന സന്തോഷം, അതിനുശേഷം 29 നോമ്പ് നോറ്റതിന് ശേഷം ഇതാ ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു സുദിനത്തിലേക്ക്, ഒരു പെരുന്നാൾ ദിവസത്തേക്ക് നാം കടന്നിരിക്കുന്നു. പക്ഷെ സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ മനസ്സിലാക്കും, അവന് ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഈ സന്തോഷം അതൊരിക്കലും കാലാകാലം നിലനിൽക്കുന്ന സന്തോഷമല്ല, അതൊരിക്കലും പരിപൂർണാർത്ഥത്തിലുള്ള സന്തോഷമല്ല. ഏതൊരു സന്തോഷത്തിനും അതിന്റെ കൂടെ എവിടെയോ നമ്മെ വേദനിപ്പിക്കുന്ന ചില ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിൻ അവൻ കാത്തിരിക്കുന്നത് മറ്റുള്ള സന്തോഷങ്ങളെയാണ്, അവൻ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ള ചില സന്തോഷങ്ങളെയാണ്. അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കിലേക്ക് മലായികത്തുകൾ വന്നുകൊണ്ട് അയ്യതുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല നഫ്സേ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ നഫ്സിനെ ഊരുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം, മലായികത്തുകൾ അവന്റെ നഫ്സിനെയും കൊണ്ട് ആകാശലോകത്തേക്ക് പറന്നു ഉയരുമ്പോൾ ഓരോ കവാടത്തിന്റെ അടുക്കൽ നിന്നും ഓരോ മലക്കുകൾ ചോദിക്കുകയാണ്, മാ ഹാദിഹി റൂഹു തയ്യിബ, ഏതാണ് തയ്യിബായ റൂഹ്, ഏതാണ് നല്ലതായ റൂഹ് എന്നത് കേൾക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം.
അവന്റെ ഖബറിൽ ആദ്യമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവന്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ അവനിലേക്ക് വന്ന് അവന് സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിന്ന് ഖദ്ദിമൂനി നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോ എന്ന് പറയുമ്പോൾ മുഅ്മിനുണ്ടാകുന്ന സന്തോഷം ഖിയാമത്ത് നാളാകുമ്പോൾ സർവ്വ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഴൽ അവന് ലഭിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം, അവന്റെ ഗ്രന്ഥം വലത്തെ കൈയിലേക്ക് ലഭിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെ ഗ്രന്ഥമാണോ അവനവന്റെ വലത്തെ കൈയിൽ ലഭിച്ചത്, ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ, അവൻ അതാ മനുഷ്യർക്കിടയിലൂടെ നടക്കുകയാണ്. അവരോട് അവൻ പറയും ഹാ ഉഖ്റഉ കിതാബിയ, എന്റെ കിതാബിത, എന്റെ ഗ്രന്ഥമിത, അത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ മുഅ്മിനുണ്ടാകുന്ന സന്തോഷം. ഇന്നീ പെരുന്നാളിന്റെ സുദിനത്തിൽ ഓരോ മുഅ്മിനിന്റെ മുഖത്തുമുണ്ടാകുന്ന പ്രസന്നത, അതേ പ്രസന്നത ഖിയാമത്തിന്റെ നാളിൽ അവന്റെ മുഖത്തുണ്ടാകുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. സിറാത്ത് പാലത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈക്കൊണ്ട് ജീവിച്ച മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി കയറ്റുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവൻ സ്വർഗത്തിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ അതിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടതാണ്. മലായികത്യങ്ങൾ അവനോട് പറയും വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സമാധാനം, തിബ്തും, നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു എന്ന് മലായികത്യങ്ങൾ പറയുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. അവനവന്റെ അഹ്ലുകാരുടെ അടുക്കലേക്ക്, അവനവന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് തിരികെ പോകുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, ആരുടെ ഗ്രന്ഥമാണോ അവനവന്റെ വലത്തെ കൈയിലേക്ക് ലഭിച്ചത്, ഫയുഹാസബു ഹിസാബൻ യസീറാ, അവൻ വളരെ ചെറിയ ഹിസാബ് മാത്രമാണ് അവന് നേരിടേണ്ടി വരിക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവൻ സന്തോഷവാനായിക്കൊണ്ട് അവനവന്റെ അഹ്ലുകാരുടെ അടുക്കലേക്ക്, അവന്റെ കുടുംബത്തിന്റെ അടുക്കിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, മുഅ്മിനീങ്ങൾ സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗത്തിലേക്കാണ് പ്രവേശിക്കുക. യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അവർ മാത്രമല്ല പ്രവേശിക്കുക, സാലിഹീങ്ങളായ അവരുടെ പിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ സന്താനങ്ങൾ, ഇവരുടെ എല്ലാം കൂടെ ഇരിക്കുമ്പോൾ, സ്വർഗ്ഗത്തിലിരിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ഓരോ വാതിൽ നിന്നും, ഓരോ കവാടത്തിൽ നിന്നും ഓരോ മലക്കുകൾ അവരിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ സബർ കൈക്കൊണ്ടതിന്റെ കാരണത്താൽ, നിങ്ങൾ ക്ഷമിച്ചതിന്റെ കാരണത്താൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സലാം എന്ന് മലക്കുകൾ ഒന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. നബിമാരെയും സാലിഹീങ്ങളെയും കാണുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞില്ലേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസുഹ്ബഹ്, നാളെ ഞാൻ കാണും എനിക്കേറെ ഇഷ്ടമുള്ള ആളുകളെ നാളെ ഞാൻ കാണും. മുഹമ്മദൻ വസുഹ്ബഹ്, മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ സഹാബികളെയും ഞാൻ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് മരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സന്തോഷിച്ചില്ലേ? അവരെ കാണുമ്പോൾ മുഅ്മിനുണ്ടാകുന്ന സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, അതെ 15ാമത്തെ രാവിൽ നിങ്ങൾ എപ്രകാരമാണോ പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കുന്നത്, അതുപോലെ നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തുദാമൂന ഫീ റുയതിഹി, ഇല്ല റബ്ബിനെ നോക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തിരക്ക് പിടിക്കുന്ന ആവശ്യം വരികയില്ല. റബ്ബിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഫർഹ, രണ്ടാമത്തെ സന്തോഷം, ഹീന യൽഖാ റബ്ബഹ്, അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമാണ്. സഹോദരങ്ങളെ, ഈ സന്തോഷം, സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഈ സന്തോഷം, അത് നോമ്പ് തങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുത്തവർക്കാണ്, അത് നോമ്പിലൂടെ തങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുത്തവർക്കാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നോക്കുന്ന ദിവസം സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ദിവസമായി റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. ഇന്ന് പെരുന്നാളിന്റെ സുദിനത്തിൽ എത്രമാത്രം നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ, അതിനേക്കാൾ വലിയ സന്തോഷം നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്ന ഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്വമുഹാ, സ്ഥിരതയുള്ള സ്ഥായിയായ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ, നമുക്ക് സമാധാനം പകരുന്ന ഒരു വാക്കുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി, അതെത്ര ചെറുതാണെങ്കിലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. റമദാനിൽ നിസ്കാരത്തിന്റെ ആസ്വാദിച്ചറിഞ്ഞവരെ അതിൽ നമുക്ക് മടി വന്നുകൂടാ. ഖുർആനിന്റെ പാരായണം ധാരാളം വർദ്ധിപ്പിച്ചവരെ അതിൽ നമുക്ക് കുറവ് വന്നുകൂടാ. നോമ്പിന്റെ സുഖവും സന്തോഷവും അനുഭവിച്ച അറിഞ്ഞവരെ ആഴ്ചയിൽ 2 നോമ്പുണ്ട്, മാസത്തിൽ 3 നോമ്പുണ്ട്, അതല്ലാതെ സുന്നത്തായ നോമ്പുകൾ മറ്റനേകമുണ്ട്. ഇതിലെല്ലാം നമ്മുടെ സാന്നിധ്യം നാം അറിയിക്കേണ്ടതുണ്ട്. രാത്രി നമസ്കാരങ്ങൾ ഒരു മടിയും കൂടാതെ എല്ലാ ദിനവും നിസ്കരിച്ചവരെ 3 റക്അത്താണെങ്കിൽ 3 റക്അത്ത്, 5 റക്അത്താണെങ്കിൽ 5 റക്അത്ത് നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അത് കുറച്ചാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്തുപോയ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വല്ല പോരായ്മകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ദൂരീകരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളിൽ നിന്ന് നമ്മുടെ റമദാൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചെയ്ത പ്രവർത്തനങ്ങൾ അത് സ്ഥിരമായി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും സഹായം ചെയ്യുമാറാകട്ടെ. നാളെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.